പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. ജൂലൈ മാസം 18 തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കിയിരിക്കുന്ന ഈ അവസരത്തിനായിട്ട്, നല്ല സമയത്തിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്, എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്നു. അനർത്ഥങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, രോഗങ്ങളെ നമ്മുടെ നടുവിൽ നിന്ന് നീക്കി കഴിഞ്ഞ പകൽക്കാലം അത്ഭുതമായി നടത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ഇന്നത്തെ പകൽക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ കർത്താവിന് നന്ദി പറയുന്നത്. അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിവിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്താട്ടെ. ആരോഗ്യവും സൗഖ്യവും സമാധാനവും സന്തോഷവും തന്ന് നമ്മളെ അനുഗ്രഹിച്ച് നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കും. രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. എല്ലാ ശാരീരിക അസ്വസ്ഥതകളും ക്ഷീണങ്ങളും ബലഹീനതകളും മാറി നിന്റെ മക്കൾ ക്രിസ്തുവിൽ ശക്തി പ്രാപിക്കട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യൗവനം കഴുകനെ പോലെ പുതുകി വരട്ടെ. ആമേൻ. യങ് വൈബ്രന്റ് ഹെൽത്തിയായി മാറട്ടെ. പൂർണ്ണ ആരോഗ്യമുണ്ടാകട്ടെ. ആമേൻ. ജയകരമായി ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ആമേൻ, കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ജയത്തോടെ പൂർത്തീകരിപ്പാൻ അതിന് ശരീരത്തിന് ആവശ്യമായ ബലവും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേലുണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമായതിന് സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, വിവിധ സ്ഥലങ്ങളിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ആമേൻ ആമേൻ ഓവർകം ചെയ്യാൻ കർത്താവിൻ്റെ പ്രത്യേക ഗ്രേസ് അവർക്ക് കൊടുക്കണം, അവരെ സഹായിക്കണം. അതിനെ ഓവർകം ചെയ്ത് ആമേൻ മുന്നേറുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം അവരിലൂടെ മഹിമപ്പെടട്ടെ, ദൈവകൃപ അവരിലൂടെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതം അത് അനുഗ്രഹപൂർണ്ണമായി തീരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഏറ്റവും മഹത്തരമായ ശുശ്രൂഷ അവിടെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം. കടന്നു വരുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ടും സ്തോത്രം. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മിഡിൽ ഈസ്റ്റിൽ നിന്ന് നടക്കുന്ന എല്ലാ സഭായോഗങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ആത്മപകർച്ച ഉണ്ടാകട്ടെ, വലിയ മുന്നേറ്റം ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ദൈവനാമം, കർത്താവിൻ്റെ നാമം ഉയരുവാൻ ഇടവരുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ ദൈവിക സമാധാനവും നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരം ഉയർത്തിയിട്ട് എന്നോട് ചേർന്നെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞ്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഉള്ളിൽ ചൊരിയപ്പെട്ടിരിക്കുന്നതിനായിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ കർത്താവിൻ്റെ സ്നേഹം, അഗാപ്പേ ലവ് നമ്മുടെ ഉള്ളിലേക്ക് ചൊരിയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്.
ആമേൻ. അപ്പം ആ അഗാപ്പെ ലവ് നമ്മുടെ ഉള്ളിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവസ്നേഹം ലോകം കാണുന്നത് മറ്റാരിലൂടെയുമല്ല, ദൈവമക്കളെ നമ്മളിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് ഇന്ന് ലോകം കാണുന്നത്. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം ആ അഗാപ്പെ ലവ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുക. ഇന്ന് കർത്താവ് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് നമ്മളിൽ വസിച്ചുകൊണ്ടാണ് കർത്താവ് അവൻ്റെ സ്നേഹത്തെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുകയും അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലുള്ള ദൈവസ്നേഹത്തെ നമ്മൾ എന്ത് ചെയ്യുക? തടയുക. കാരണം നമ്മളുള്ള ദൈവസ്നേഹത്തെ നമ്മൾ തടയുക ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുകയും ആ ആവശ്യങ്ങളെ നമ്മൾ നിറവേറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മളിലുള്ള ദൈവസ്നേഹത്തെ ഒഴുകുവാൻ നമ്മൾ സമ്മതിക്കാതിരിക്കും. ആമേൻ. കാരണം ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് സ്വന്തം കാര്യം അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം കാര്യം അന്വേഷിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഈ അഗാപ്പെ ലവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷ കൊണ്ടല്ലോ സ്നേഹിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹം സ്വന്തം കാര്യം അന്വേഷിക്കുന്നില്ല. ഹല്ലേലൂയ. അതാണ് 1 യോഹന്നാൻ 3:17 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അപ്പോൾ മറ്റൊരുത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മൾ കൈ അടക്കി കളഞ്ഞാൽ, നമ്മുടെ കണ്ണടച്ച് കളഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ബ്ലോക്കിംഗ് ദ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തെ തുറന്നു വിടാതെ നമ്മൾ തടയുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തെ സ്നേഹത്തെ നമ്മൾ തടയാതെ നമ്മളിലൂടെ ദൈവസ്നേഹം ഒഴുകുവാനിട വരട്ടെ. വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം നമ്മൾ സ്തേഫാനോസിൻ്റെ കഥ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ സ്തേഫാനോസ് എന്ത് ചെയ്യുക? തന്നെ കല്ലെറിയുമ്പോഴും, ആമേൻ, 7:60 തന്നെ കല്ലെറിയുമ്പോഴും സ്തേഫാനോസ് എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവരുടെ പാപങ്ങൾ അവരോട് നിലനിർത്തരുത് എന്നാണ് അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുത്. അപ്പം അവരോട് സ്നേഹം അഗാപ്പെ ലവാണ് സ്തേഫാനോസിൽ നിന്ന് ഒഴുകുന്നത്. തന്നെ കല്ല് വലിച്ചെറിയുക, തന്നെ എന്നാ പറയുക, നിർദാക്ഷിണ്യം കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ അവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എന്നിട്ടാണ് സ്തേഫാനോസ് നിദ്ര പ്രാപിക്കുന്നത്. അപ്പോൾ എന്തോ അവിടെ കാണിച്ചത് നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്തോ? സ്തേഫാനോസിൻ്റെ ഉള്ളിൽ ആരുടെ സ്നേഹമുള്ളത്? ദൈവത്തിൻ്റെ സ്നേഹമാണ് സ്തേഫാനോസിൻ്റെ ഉള്ളിലുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദോഷം ചെയ്യുന്നവരുണ്ട്, നമ്മളോട് എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. പക്ഷെ നമ്മളിലും എന്താണ് വേണ്ടത്? ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകണം. യേശുവും ഇത് തന്നെയല്ലേ ക്രൂശിൽ കിടന്ന് ചെയ്യുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 23:34 എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നതൊന്നും അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളോട് ദ്രോഹം ചെയ്തവരുണ്ടാകാം, നമ്മളെ മനസ്സിനെ വിഷമിപ്പിച്ചവരുണ്ടാകാം, നമുക്ക് നാണക്കേട് വരുത്തിയവരുണ്ടാകാം. പക്ഷെ നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്നാ കാരണം? നമ്മളിൽ ദൈവത്തിൻ്റെ സ്നേഹമല്ല പ്രവർത്തിക്കുന്നത്, നമ്മൾ ഹ്യൂമൻ ലവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയാത്തത്. എന്നാൽ ദൈവസ്നേഹം നമ്മളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് അവരോട് ക്ഷമിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട്. ആ മകൾ വളരെ ചെറുപ്രായത്തിൽ ഒത്തിരി ക്രൂരമായ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ താൻ വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആമേൻ, ഈ സഹോദരി തന്നെ ക്രൂരമായി ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവെ അവരോടങ്ങ് ക്ഷമിക്കണം, അവരെ അങ്ങ് വിടുവിക്കണം, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല, പക്ഷേ എന്നിലിരിക്കുന്ന ദൈവം അവരെ സ്നേഹിക്കുന്നു. എന്നിലിരിക്കുന്ന ദൈവം അവരെ സ്നേഹിക്കുന്നു. ഞാൻ അവരെ സ്നേഹിച്ചിട്ടല്ല, കാരണം എനിക്കവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എന്നിൽ വസിക്കുന്ന ദൈവം അവരെ സ്നേഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആമേൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കണ്ണടച്ച് കളയാതെ അതിനകത്ത് കൈ വെച്ചവരെ സഹായിക്കുവാനും കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് ദൈവസ്നേഹത്തെ ഒഴുകുവാൻ അനുവദിക്കാതിരിക്കുക. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം തന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ. ആ സ്നേഹത്തെ ഒഴുക്കി വിടുക. ആ സ്നേഹം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരട്ടെ. നമ്മളിലൂടെ കർത്താവിൻ്റെ സ്നേഹം ലോകം കാണുവാൻ ഇടവരട്ടെ. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഞങ്ങളെല്ലാവരും ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ.
ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ ഞങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.